നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ നിരന്തരമായി ചില പ്രസ്താവനകൾ നടത്തുമ്പോഴും ഏറ്റവും ശുഭകരമായ കാര്യം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു എന്നുള്ളിടത്താണ്. 10 വർഷത്തേക്കുള്ള കരാറിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. മലേഷ്യയിലെ കോലാലംപൂരിൽ നടക്കുന്ന ആസിയാൻ ഉച്ചകോടിക്കിടെയാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും തമ്മിൽ ഈ കരാറിൽ ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും മികച്ച മാതൃകയായി ഇത് മാറും എന്നാണ് രാജ്നാഥ് സിംഗും പീറ്റ് ഹെഗ്സെത്തും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു സുപ്രധാന ചുവടുവയ്പ്പാണെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുള്ളത്. ദീർഘകാലമായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ മേഖലയിലെ സഹകരണം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ ഈ കരാർ സഹായിക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം ഇന്ത്യക്ക് മേൽ പ്രതികാര ചുങ്കം നേരത്തെ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ സഹകരണം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെയായിരിക്കാം റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്താൻ ട്രംപ് തീരുമാനിച്ചിരുന്നത്. അതിനിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ മോശമാകുമോ എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെ വ്യാപകമായി ഉയർന്നിരുന്നു. എന്നാൽ അവയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഈ 10 വർഷം നീണ്ടു നിൽക്കുന്ന ഈ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ച സന്ദർഭത്തിൽ പ്രസിഡന്റ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിലൊക്കെ തന്നെ പ്രതിരോധ സഹകരണം പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. അന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാകട്ടെ ഇന്ത്യക്ക് F-35 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളും നൽകും എന്നായിരുന്നു. എന്നാൽ പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചില ഇടപെടലുകൾ ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു. ട്രംപ് അന്ന് അവകാശപ്പെട്ടത് ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർത്തത് താനാണ് എന്നായിരുന്നു. എന്നാൽ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ മൂന്നാമത് കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് ഇന്ത്യ അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. കൂടാതെ ട്രംപ് ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധത്തിനെതിരെയൊക്കെ തന്നെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. ഇതെല്ലാം തന്നെ ഇരു രാജ്യം തമ്മിലുള്ള ബന്ധത്തെ മോശമായി ബാധിക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഈ കണക്കൂട്ടുകളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ കരാർ വീണ്ടും 10 വർഷത്തേക്ക് കൂടി നീട്ടാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആസിയാൻ ഉച്ചകോടിയിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വ്യാപാര യുദ്ധത്തോട് തന്നെ എത്തിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അവർ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുകയും നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന തീരുവകളിൽ ഇളവ് വരുത്താൻ ട്രംപ് തയ്യാറാവുകയും ചെയ്തു. ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വികസിത രാജ്യങ്ങളുടെ ഭരണാധികാരികൾ തമ്മിലുള്ള ഈ ഒരു കൂടിക്കാഴ്ച ലോകം വളരെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കിയിരുന്നത്. കാരണം ഇരുവരും തമ്മിൽ ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. ഏതായാലും ഇന്ത്യ അമേരിക്ക ബന്ധം മെച്ചപ്പെടുന്നത് പോലെ തന്നെയാണ് ചൈന അമേരിക്ക ബന്ധവും മെച്ചപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ മേഖലയിൽ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ വാങ്ങുന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ ഈ പ്രതിരോധ കരാറിൽ സഹായകരമാകും. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ നിന്ന് വലിയ തോതിൽ ആയുധങ്ങളൊക്കെ തന്നെ വാങ്ങാൻ ഈ കരാർ ഏറെ സഹായകരമാകും എന്നാണ് കരുതപ്പെടുന്നത്. പ്രതിരോധത്തിൻ്റെ എല്ലാ മേഖലകളിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കരാറിൽ ഏർപ്പെടുക എന്നുള്ളത് രണ്ടുപേരെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.